മടങ്ങിവരികയാണ്. തിരുവനന്തപുരം നേമം കാരക്കാമണ്ഡപത്ത് പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കാരക്കാമണ്ഡപത്ത് താമസിക്കുന്ന നയസാണ് കസ്റ്റഡിയിലായത്. ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ നയാസ് നിർബന്ധിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് ഈ സംഭവം? സൈത്ത് വീട്ടിൽ തന്നെ പ്രസവമെടുക്കാനുള്ള നടപടി, അതാണ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയത്. അമ്മയും കുഞ്ഞും മരിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, അതായത് ഗർഭിണിയായ സമയം മുതൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ ഉറപ്പാക്കാനോ ഭർത്താവ് നയാസ് തയ്യാറായിരുന്നില്ല എന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. നയാസ് നേമം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യം, അതാണ് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്. നേമം കാരക്കാമണ്ഡപത്തിലാണ് ഇവർ 8 മാസമായി വാടകയ്ക്ക് താമസിക്കുന്നത്. നയാസിന്റെ രണ്ടാം വിവാഹം, ഇതിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. മൂന്നാമത്തെ കുഞ്ഞാണ് ഇപ്പോൾ ഈ പ്രസവത്തോടുകൂടി മരിച്ചിരിക്കുന്നത്. അക്യുപഞ്ചർ ചികിത്സ നൽകി പ്രസവം വീട്ടിൽ തന്നെ നടത്താനുള്ള നയാസിന്റെ തീരുമാനം. ഇവിടെ ആരോഗ്യ പ്രവർത്തകർ ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഈ യുവതിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നില്ല, ഡോക്ടർമാരെ കാണിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നുവരികയാണ്. ആരോഗ്യ പ്രവർത്തകർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ പ്രവേശിക്കാതെ ഫോണിൽ ഇവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു. തന്റെ ഭാര്യയുടെ പ്രസവം എങ്ങനെ വേണമെന്നത് തന്റെ തീരുമാനമാണെന്ന ഭർത്താവിന്റെ മറുപടി. ആ മറുപടി കേട്ട് പോലീസ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്ന ഗുരുതരമായ ആരോപണമാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാർ ഉന്നയിക്കുന്ന വിഷയം. ഇപ്പോൾ നേമം പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് യുവതിയെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ ഈ തരത്തിലുള്ളൊരു ദാരുണ സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്ന വലിയ വിമർശനം, ആരോപണമാണ് പോലീസിന് നേരെ ഉയരുന്നത്. 8 മാസമായി ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. സമീപവാസികളുമായി വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. നയാസിന്റെ രണ്ടാമത്തെ വിവാഹമാണ്. ആദ്യ ഭാര്യ, അതിൽ 2 മക്കളുണ്ട്. ആ ബന്ധത്തിലെ മകൾ അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഇന്നലെ ഈ മരണം സംഭവിക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ കുട്ടിയെ ഉപയോഗിച്ച് പ്രസവം, അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു നടപടിയായിരുന്നു ഇവിടെ നടന്നതെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ യുവതിക്ക് നേരത്തെ ചികിത്സ നൽകിയിരുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. വെഞ്ഞാറമൂട് സ്വദേശിയായ ഒരാൾ, അയാൾ ഭീമാപള്ളിയിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട. ആ ആളുടെ സേവനം ഇവർ തേടിയിരുന്നതായും പറയുന്നു. ഏതായിരുന്നാലും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതായത് ഇവര് നമ്മള് ആരോഗ്യവകുപ്പില് ആക്ച്വലി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ ഇവര് വന്നപ്പോഴെല്ലാം സമീറ ട്രീറ്റ്മെന്റ് എടുക്കാൻ പലപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ വീട്ടിലെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന ആരോപണമാണ് നാട്ടുകാർ പറയുന്നത്. ആരോഗ്യവകുപ്പ് ഇടപെട്ടിരുന്നു, ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷെ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന പരാതി ഉയർന്നു വരുന്നുണ്ട്. അല്ലെ, നമ്മുടെ പാർട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിരുന്നു, പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു. പോലീസ് വന്ന് ആ വിവരങ്ങളെ നമുക്കറിയാം. ഇയാള് ഈ നയാസാണോ ഈ ചികിത്സ നിഷേധിച്ചത്, പറ്റില്ല എന്ന് പറഞ്ഞ നിലപാടെടുത്തത്? അല്ല, സപ്പോർട്ട്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായിരുന്നു സ്ത്രീയുടെ ആ സമയത്ത്? അല്ല, നമ്മൾ കാണുമ്പോഴത്ര മോശമാണ്. സ്ത്രീയോട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? ഞങ്ങളുടെ ആരോഗ്യ ടീം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞിരുന്നോ ചികിത്സ തേടണം എന്നുള്ള കാര്യം, ആഗ്രഹം ഫലം? ആദ്യം അവര് ചികിത്സ എടുക്കാൻ തയ്യാറാവുകയും പിന്നെ അവര് തയ്യാറല്ലാതെ ആകും. എന്തുകൊണ്ടാണ് അവര് വേണ്ട എന്ന് പറഞ്ഞത്? പിന്നീട് അത് മനസ്സിലാക്കുന്നത് വീട്ടിലെ സപ്പോർട്ടില്ല എന്നാണ്. അതായത് ഭർത്താവിന്റെ ആയിരിക്കണം. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ തുടക്കമൊന്നും അല്ല, നമ്മൾ ആക്ച്വലി ഒരു പ്രഗ്നന്റ് ലേഡിയെ കണ്ടാൽ നമ്മൾ അവരെ രജിസ്റ്റർ ചെയ്യുകയും കൃത്യമായിട്ട് അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനൊന്നും അവർ സപ്പോർട്ട് ചെയ്തില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി പോകാൻ പറ്റില്ലല്ലോ. വീട്ടില് പിന്നീട് വരണ്ട എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇവര് തന്നെയാണോ പറഞ്ഞത്, ഭർത്താവാണോ പറഞ്ഞത്? ഇവര് തന്നെ. അപ്പൊ ഭർത്താവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത് അല്ലെ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്? ഇവര് വിളിച്ചിട്ടാണോ? ഇല്ല, ആശാപ്രവർത്തകർ ആശാപ്രവർത്തകർ ഇവിടെ പലതവണ ഒരു 20 ടൈംസ് എങ്കിലും ആശാപ്രവർത്തകർ വന്നിട്ടുണ്ട്.
നമ്മുടെ ടീം, ഞങ്ങളുടെ LHI JPH അവർ വന്നിട്ടുണ്ട്. പോലീസ് പ്രോപ്പറായിട്ടുള്ള നടപടി എടുക്കാതിരുന്നപ്പോൾ വീണ്ടും പോലീസിനെ ഇത് ഇൻഫോം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ മേളിൽ അറിയിച്ചത്, അത് ജില്ലാ ഓഫീസിൽ അറിയിച്ചത്. അല്ല, അതെന്താണെന്നറിയുമോ, ഇതിനകത്ത് ഈ വീട്ടിൽ ആരും വരരുത് എന്ന് അവസാനം അവർ പലപ്പോഴും ആശാവർക്കിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരെയാണ് അറിയിച്ചിരുന്നത് സർ? ജില്ലാ ഓഫീസർ DMO അറിയിച്ചു. പിന്നീട് എന്ത് അവിടെ നിന്ന് പോലീസിനെ അറിയിച്ചു. പോലീസിനെ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴിയും പോലീസിനെ അറിയിച്ചു. എന്നിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. നടപടിയുടെ അല്ല, ഇവര് പിന്നെ വീട്ടിലുള്ള സപ്പോർട്ട് വളരെ മോശമായിരുന്നു. ഒരാളെ പ്രത്യേകിച്ച് നിങ്ങൾ വരണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവം കോംപ്ലിക്കേറ്റഡ് ആവും, പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? അല്ല, അവർക്കത് അറിയാമായിരുന്നു, പക്ഷെ അവർക്ക് അതിന് റെസ്പോൺസ് ഒന്നുമില്ലായിരുന്നു. അല്ല, ഇതിന് മുൻപത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു എന്നാണ് അല്ലെ? ആ കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ടാവും കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും പറഞ്ഞു. ഈ നിലയ്ക്കാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം വരുന്നത്. അതായത് പ്രാദേശികമായി തന്നെ ആശാ വർക്കർമാർ ഇവിടെ എത്തുകയും ഷമീറയോട് ഇതിന്റെ ഒരു ഗുരുതര അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. യുവതിക്ക് ചികിത്സ തേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഭർത്താവ് അതിന് സമ്മതിച്ചിരുന്നില്ല. ഈ നാട്ടുകാരും ഈ വിവരം പലപ്പോഴും സൂചിപ്പിക്കുമ്പോൾ നാട്ടുകാരോട് കയർക്കുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. ആ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഇവിടെ ഉള്ളവരല്ല, അവർ പാലക്കാട്ടുകാരാണ്. ഇവിടെ വന്ന് താമസം ഒരാൾ വീടെടുത്ത് കൊടുത്താണ് അവരിവിടെ താമസിക്കുന്നത്. അല്ല, അവൻ ഇവിടെ മണക്കാട്ട പൂന്തറയാണ് അവൻ താമസിക്കുന്നത്. അവന്റെ ആദ്യ ഭാര്യയും അവന് താമസിക്കുന്നത്. ഇവിടെ അവർക്ക് വീടെടുത്ത് ഇതിനു മുമ്പ് നെടുമങ്ങാട്ട് എവിടെയാണ് താമസിച്ചിരുന്നത്. അവിടെ ഇതേപോലെ ആയപ്പോഴാണ് വീണ്ടും ഇവിടെ ഒരാൾ വീടെടുത്ത് കൊടുത്ത് അവർ താമസമായി. അപ്പോൾ ആരുമായിട്ട് സംസാരിക്കുക ഇടവിടെ ഒന്നും ചെയ്യില്ല. അതിനുശേഷം അവിടെ എന്താന്ന് കേൾക്കുകയും എടുക്കുകയും ചെയ്യും. നമ്മൾ എന്തെന്ന് കേൾക്കും. 1 മാസത്തേക്ക് മുമ്പ് ഇതേപോലെ അവർക്ക് ഒന്ന് സുഖമില്ലാതായപ്പോൾ 2-3 പേര് കയറി എന്തൊരു ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മോളിൽ കയറിപ്പോയിട്ട് അവന്റെ ആദ്യ ഭാര്യയെ വിളിച്ചപ്പോൾ ആദ്യ ഭാര്യയെ മോളുമായിട്ട് വന്നപ്പോൾ ഇവർ 3 സ്ത്രീകൾ നിൽക്കുന്നു. അപ്പൊ എന്തൊരു കഴിച്ചു നിന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ആഹാരം കൊണ്ട് തന്ന് കഴിച്ചിരുന്നു. അപ്പൊ ഇത് അവർക്ക് ക്ഷീണായിട്ടുണ്ട്. അപ്പോൾ അയൽവാസികളും വന്ന് നിന്ന് ആഹാരം കൊടുത്തെന്ന് പറയുമ്പോൾ അവർക്കൊരു ഇതായി. അതിനുശേഷം പിറ്റേന്ന് എന്തരം അവൾ വന്നിട്ട് വെളിയിലും ഇറങ്ങൂല, ആരട്ടെ എന്തൊന്നുമില്ല, യാതൊന്നുമില്ല. അതിനുശേഷം നമ്മൾ മിണ്ടൂല. അങ്ങനെ ഇരിക്കുക. ആശാ വർക്കർ, കൗൺസിലർ, നേഴ്സ് അവരെല്ലാവരുമായിട്ടൊക്കെ അവർ വന്ന് ഇവനെ കണ്ട് സംസാരിച്ച് എടുത്തിട്ട് അവ ഒന്നിലും ആശുപത്രി കൊണ്ടുപോകില്ല. പറയാനാണ് ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് അവൻ കൊണ്ടുപോയില്ല. നമ്മളെ പറ്റി അവൻ്റെ ഒന്നും സംസാരിക്കൂല. അവളെട്ടാ പിന്നെ എന്തെന്തെങ്കിലും കഴിഞ്ഞ് 1 മാസത്തിന് ഇപ്പുറം കൊണ്ട് അവളും ആരുമായിട്ട് സംസാരിക്കില്ല. അപ്പൊ ഒരിക്കൽ ഇതേപോലെ ഇത് കേസായി പോലീസ് വന്നു. പോലീസ് ഇവിടെ വന്നില്ല. അപ്പൊ പള്ളി വരെ വന്ന് തിരക്കിയിട്ട് പോയി. അപ്പൊ ഇതേപോലെ ഇതിന്റെ അത് തന്നെ ആശുപത്രി കാണിക്കാത്തത് അവർ നേഴ്സന്മാരെല്ലാം അവര് നടപടിയെടുത്താണ് പോലീസ് വന്നപ്പോഴും ഇതേപോലെ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും അതേസമയം പോലീസും ഒരേ സമയം തന്നെ ഇവിടെ വന്ന് കാര്യങ്ങൾ തേടുന്നുണ്ട്, വിശദാംശങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ പോലീസിനെതിരെ വരുന്ന ആരോപണം, പ്രത്യേകിച്ച് നാട്ടുകാരുടെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഈ അയൽവാസികളുടെയും ഒക്കെയും ആരോപണം നീളുന്നത് പോലീസിന് നേരെയാണ്. കാരണം ഒരിക്കലല്ല, പല സംവിധാനങ്ങളിലൂടെ ആരോഗ്യവകുപ്പ് പോലീസിനെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. ഇങ്ങനെ ചികിത്സയില്ലാതെ ഗർഭിണി വീട്ടിൽ തുടരുന്നത്, ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യം, ഇത് ആശാ വർക്കർമാർ ഈ വീട്ടിലെത്തുകയും അക്കാര്യം നിയമം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് DMOയെ, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ ഈ വിവരം അറിയിക്കുകയും DMO വഴി പോലീസിനെ ഈ വിവരം ഇൻഫോം ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് 1-ൽ കൂടുതൽ തവണ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നതാണ്. അവിടെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നൊരു പരാതിയും ആക്ഷേപവുമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ നിയമം പോലീസ് ഇവിടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഷമീറ ഈ ചികിത്സ തേടുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ നയാസിന്റെ ഈ ഇടപെടൽ കാരണം, അല്ലെങ്കിൽ നയാസ് ചികിത്സ നിഷേധിക്കുന്നത് കാരണം വേണ്ട എന്ന ഒരു കാര്യത്തിലേക്ക് യുവതി കൂടി എത്തി. അത് ഒരുപക്ഷെ ഭയന്നിട്ടായിരിക്കണമെന്ന് നമുക്ക് കരുതാം. ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോവുകയോ അല്ലെങ്കിൽ ഭർത്താവ് തള്ളിപ്പറയുമെന്ന ഭീതി കൊണ്ട് ആ യുവതി ചികിത്സ തേടുന്നതിൽ നിന്ന് മാറി നിന്നു, താല്പര്യമുണ്ടായിട്ട് മാറി നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആരോഗ്യ പ്രവർത്തകരൊക്കെയും ഇവിടെ വന്ന് അവർ വ്യക്തമാക്കുന്നത് ആ കാര്യം തന്നെയാണ്.